കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു. ഈ 12 സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടിക നിലവിൽ മരവിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ എന്യൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ് നടക്കും. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർമാരുമായി ഇന്ന് ചർച്ച നടത്തും. SIR-നെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് BJP ഇതര സംസ്ഥാനങ്ങളുടെ തീരുമാനം. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് D. ധനസുമോദ്, തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ധനസുമോദിലേക്ക്. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ ഇന്ന് ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു നാഷണൽ ചോക്ലേറ്റ് ഡേ ആണ് അല്ലേ അമൃത? അപ്പോൾ ഡൽഹിയിലാണ് നിപ്പ്. ഡൽഹിയിലാണ് കുറെ കാലങ്ങളായി ധനസുമോദിന്റെ ജീവിതം. മധുരങ്ങളുടെ ഒരു നാടാണ്. പല വ്യത്യസ്തമായ ചോക്ലേറ്റുകളൊക്കെ കിട്ടുന്ന ഒരു നാടാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഈ ചോക്ലേറ്റിന്റെ കാര്യത്തിലുള്ള അനുഭവങ്ങൾ എന്താണ്? വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു നമുക്ക് വിഷയത്തിലേക്ക് വരാം. സൈഫ്, അമൃതയും ഈ ചോക്ലേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. കാര്യം ഒരു 40 വർഷം മുമ്പുള്ളതാണ്. ഈ ആശാങ്കടലിലേക്ക് ആദ്യമായി കൊണ്ടുപോകുമ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി ചോക്ലേറ്റ് ആണ് തരുന്നത്. പക്ഷെ ഞാൻ ആ ചോക്ലേറ്റ് മണ്ണിലേക്ക് വാരി എറിഞ്ഞിട്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ അച്ഛൻ അപ്പോൾ തന്നെ എന്നെ തല്ലി അവിടെ ആശാങ്കടലിൽ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചുവപ്പും നീലയും കലർന്ന കാരാമിൽക്കിൻ്റെ ആ മിഠായികളായിരുന്നു അവിടെ കിടന്നത്. പക്ഷെ പിന്നീട് ആശാട്ടി വളരെ സ്നേഹപൂർവ്വം നമ്മൾ അടുത്ത് ഇരുത്തി ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. പക്ഷേ സ്കൂളിൽ ചെന്നതിന് ശേഷം എൻ്റെ അനിയനുണ്ട് ധനസൂരജ്. അവനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സയൻറ്റിസ്റ്റാണ്. അവന് ഞാൻ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ ആശാട്ടി എഴുതിക്കുന്നത് പോലെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ആശാട്ടി എഴുതിക്കുമ്പോൾ ഈ ഹരി എന്ന് എഴുതിയാണെങ്കിൽ ആ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലാണ് എഴുതുന്നത്. തിരിച്ചാണ്. പക്ഷേ നമ്മൾ എഴുതി കഴിയുമ്പോൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരികയും ചെയ്യും. അപ്പോൾ ആശാട്ടി വീട്ടിൽ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞ് എന്നെ ആശാങ്കടലിലേക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ വീണ്ടും വിളിക്കുകയാണ്. കാര്യം അന്ന് ഷിഫ്റ്റാണ്, ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ്. അതുകൊണ്ട് ആശാങ്കടലിൽ തന്നെ അവിടെ അന്നൊരു ഗസ്റ്റ് അധ്യാപകനായിട്ട് ഞാനങ്ങനെ ജോയിൻ ചെയ്യണം. എൻ്റെ ആദ്യത്തെ ഒരു പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു 3ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോഴാണ്. പക്ഷേ സഖാവ് ആശാട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആശാട്ടിയുടെ പേരൊക്കെ കാർത്തിയായനി എന്നുള്ള കാര്യം പിന്നീടാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ജോലിയിലൊക്കെ ആയി. ഒരിക്കലും അമ്മ എന്നോട് പറയുകയാണ്, ആശാട്ടി വയ്യാതെ കിടക്കുകയാണ്, നീ ഒന്ന് പോയി കാണണമെന്ന്. പക്ഷേ നമ്മൾ ഈ പലപ്പോഴും ഈ മാറ്റി വയ്ക്കാണല്ലോ നമ്മുടെ ജീവിത തിരക്ക് മൂലം. അങ്ങനെ ഒരിക്കൽ ഞാനിങ്ങനെ ഡൽഹി വെച്ച് അറിയുകയാണ് എൻ്റെ ആശാട്ടി മരിച്ചു പോയെന്ന്. അങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ അതുകൊണ്ട് ഈ കാരാമിൽക്കിൻ്റെ ആ ഒരു മധുരത്തോടൊപ്പം തന്നെ ആശാട്ടിയുടെ ഒരു മരണ വാർത്ത, അതും നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരിക്കലും ഇങ്ങനെ അവരെ കാണണമെന്നുണ്ടെങ്കിൽ അവർ പ്രായമുള്ളവരാണെങ്കിൽ ഒരിക്കലും മാറ്റി വെക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഈ ചോക്ലേറ്റ് നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മധുരത്തോടൊപ്പം ഒരു വേദന കൂടിയാണ് എൻ്റെ മനസ്സിലുണ്ടായത്. തീർച്ചയായും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു അനുഭവം ചോദിച്ചപ്പോഴേക്കും വൈകാരികമായ തലങ്ങളിലൂടെ കൊണ്ടുപോയി. താങ്ക് യു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇനിയിപ്പോൾ SIR-ന്റെ നടപടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെ ആശങ്കയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളോ ഒക്കെ ആയിരുന്നു ഇതുവരെ നമ്മളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിന് നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഇനി ഇതിൽ നിന്ന് പിന്മാറ്റമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ എത്ര വേഗത്തിൽ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എന്യൂമറേഷൻ ഫോമിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് പൊതുജനങ്ങൾ ഇതിനായി തയ്യാറെടുത്ത് നിൽക്കേണ്ട രീതികൾ എങ്ങനെയാണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യം SIR ആദ്യം ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതിശയവും അത്ഭുതവുമായിരുന്നു ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത്. മാത്രമല്ല ബീഹാറിലാണെങ്കിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, പല ബൂത്തുകളിൽ നിന്നും 90% വരെ ആളുകളെ വോട്ടർമാരെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഒഴിവാക്കപ്പെട്ടവർ ന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗങ്ങളിലുള്ള ആളുകൾ തന്നെയായിരുന്നു. മാത്രമല്ല ഈ 11 ഫോമുകളായിരുന്നു ഇവർക്ക് ഡോക്യുമെന്റുകളാണ് ഹാജരാക്കേണ്ടിയിരുന്നത്. ഇതിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ 12 ഈ രേഖകൾ ആയി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് BJP ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ യോഗം വളരെ അടിയന്തരമായി തന്നെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. കേരളം ഇപ്പോൾ ഇനി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ BLOമാർ ഉൾപ്പെടെയുള്ളവർ 3 തവണ ഈ വീടുകൾ കയറിയിറങ്ങുകയും
ആളുകളുടെ ഈ ഫോം പൂരിപ്പിക്കുകയും ചെയ്യണം. ഇത് പേപ്പർ ഇല്ലാത്ത ഒരു എന്യൂമറേഷൻ പൂരിപ്പിക്കലാണ് പറഞ്ഞെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഈ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയായിരിക്കും ഈ തിരക്കിനിടയിൽ ഈ പേപ്പറുകൾ പൂരിപ്പിക്കാനും ഈ 3 പ്രാവശ്യം കയറി ഇറങ്ങുവാനും അതിനുശേഷം കരട് പട്ടിക പൂർത്തിയാക്കാനും കരട് പട്ടികയ്ക്ക് ശേഷം പിന്നീട് അന്തിമ വോട്ടർ പട്ടിക പൂർത്തിയാക്കാനും കഴിയുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. മാത്രമല്ല ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ബീഹാറിൽ നടന്ന സംഭവം ഇപ്പോൾ പല ബൂത്തുകളിലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ, പുരുഷ വോട്ടർമാർ കുറവാണ്. കാരണം പുരുഷ വോട്ടർമാർ പലരും അന്യ ദേശങ്ങളിൽ പണിക്ക് പോയിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളായി ജോലി എടുക്കുന്നവരാണ്. കേരളത്തിലും ഇതേ സാഹചര്യമാണുള്ളത്. ബീഹാറിൽ നിന്നുള്ള ആളുകൾ കേരളത്തിലേക്കാണ് വരണമെങ്കിൽ കേരളത്തിലുള്ളവർ ഗൾഫിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പലർക്കും കൃത്യമായി ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാകാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഈ തരത്തിലുള്ള ഒരു ആശങ്കയും ദൂരീകരിക്കാതെയുള്ള ഒരു നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇത് ഒരു മാറ്റിവെക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു അംഗീകരിച്ച മട്ട് എന്ന തരത്തിലായിരുന്നു നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നത്. പക്ഷേ പൊടുന്നനെ 12 സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് 2ാം ഘട്ടം നടക്കുന്ന പട്ടികയിലേക്ക് കേരളം കൂടി ഉൾപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ KPCC ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യുമ്പോൾ SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഇനി ഇപ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇതെങ്ങനെ നേരിടാം എന്നുള്ളൊരു കാര്യമാണ് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നത്. ശരി, ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ, ഇതിപ്പോൾ ഇന്ന് തൊട്ട് തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല, വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് കോൺഗ്രസും CPM ഒക്കെ അറിയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രത്തൻ യു ഖേൽക്കറിന്റെ നേതൃത്വത്തിൽ ചർച്ചകളൊക്കെ നടക്കാനിരിക്കുന്നുണ്ട്. കളക്ടർമാരുടെ ചർച്ചയൊക്കെ എപ്പോഴാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഏത് രീതിയിലായിരിക്കും കേരളത്തിൽ ഇത് നടപ്പാക്കുക?